ഒരു കുഞ്ഞമ്മോൻ അവരുടെ മുത്തശ്ശി പറയാൻ പോവാത്തൊരു കഥ പറഞ്ഞേ. എന്നാ നമുക്ക് കഥയിലേക്ക് പോവാം. കണ്ണാ കണ്ണാ, എന്താ മുത്തശ്ശിനെ വിളിച്ചോ? മോൻ വരുന്നു മുത്തശ്ശിയുടെ കൂടെ പൂ പറിക്കാൻ. പോ, മുത്തശ്ശിക്ക് എന്തിനാക്കാൻ പോവ്? കണ്ണാ, നാളെ അത്തം തുടങ്ങുമല്ലേ, നമുക്ക് മുറ്റത്ത് പൂക്കളം വേണ്ടേ? നാളെ കഴിഞ്ഞാൽ പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് പൂക്കളം വേണം. പിന്നെ ഓണമായില്ലേ കണ്ണാ? ഓണം എന്ന് പറഞ്ഞാൽ എന്താ മുത്തശ്ശി? അതൊരു വലിയ കഥയാണ് കുട്ടിയെ. മുത്തശ്ശി, എനിക്ക് ആ കഥ പറഞ്ഞു തരുമോ? പിന്നെന്താ, പറഞ്ഞു തരാലോ. പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അതുപോലെ ഒരു രാജാവായിരുന്നു മഹാബലി. അസുരവംശത്തിലായിരുന്നെങ്കിലും അദ്ദേഹം നല്ല രാജാവായിരുന്നു. മഹാബലിയോ എന്ന് വെച്ചാൽ എന്താ മുത്തശ്ശി? മഹാബലി എന്ന് പറഞ്ഞാൽ മഹാത്യാഗം ചെയ്യുന്നവൻ ആണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. മഹാബലിയോട് പിന്നീട് മാവേലി എന്ന് വിളിച്ചിരുന്നു. എല്ലാവർക്കും രാജാവിനെ വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ രാജാവിനും. മാവേലിയും നാടും വളരും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലും ആമുദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മട്ടില്ല പായിൽ ആദികളൊന്നുമില്ല കൊലമരണങ്ങൾ കേൾക്കാതില്ല ദുഷ്ടരെ കൺകൊണ്ട് കൺമതില്ല നല്ലവരെല്ലാം പ്രയില്ല പാരിൽ കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം വെള്ളിക്കൊടാലിൽ തളികളും. തൃക്കാക്കര ആശ്രമമാക്കിയാണ് മഹാബലി രാജ്യം വെച്ചിരുന്നത്. വിഷ്ണു ഭഗവാന്റെ ഭക്തനായ പ്രഹ്ലാദ രാജാവിന്റെ കൊച്ചുമകനായിരുന്നു മഹാബലി. മഹാബലിയുടെ മരണത്തിൽ മറ്റു രാജാക്കന്മാർക്കും ദേവന്മാർക്കും വലിയ അസുഖി തോന്നി. ആർക്കും ദേവന്മാരെ വേണ്ട, എല്ലാവർക്കും മഹാബലി മതി. തങ്ങളുടെ സ്വർഗരാജ്യം കൈവിട്ടു പോകുമെന്ന് ഭയന്ന് ദേവന്മാർ വിഷ്ണു ഭഗവാനോട് അപേക്ഷിച്ചു. വിഷ്ണു ഭഗവാൻ മഹാബലി എങ്ങുമില്ലാതാവുന്ന ആലോചിച്ച് ഭൂമിയിലേക്ക് പോയി. വാമനന്റെ അവതാരം എടുത്തു. വാമനൻ മഹാബലിയോട് ചോദിച്ചു, എനിക്ക് പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണളന്ന് വേണമെന്ന് പറഞ്ഞു. അത് കേട്ട വാമനൻ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. ആരവിടെ ഈ വാമനന് 3 അടി മണ്ണളന്ന് കൊടുക്കൂ? ഇത് കേട്ട വാമനൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ തന്നെ അളന്നുകൊള്ളാം. അങ്ങനെ മഹാബലിയോട് സമ്മതിച്ചു. പെട്ടെന്ന് വാമനൻ വാനത്തോളം വളർന്നു. എല്ലാവരും അമ്പലം പോയി. ആദ്യത്തെ അടി സ്വർഗവും, രണ്ടാമത്തെ അടി ഭൂമിയും അളന്നു. 3-ാമത്തെ അടിക്ക് സ്ഥലം വിദ്യാതെ വന്നു. വാമനൻ മഹാബലിയോട് ചോദിച്ചു, 3-ാമത്തെ അടി എവിടെ? മഹാബലി സന്തോഷത്തോടെ തന്റെ ശിരസ് വാമനൻ നൽകി മുന്നിൽ ചാറ്റിക്കൊടുത്തു. തന്റെ തലയിൽ ചവിട്ടാൻ പറഞ്ഞു. അതിനായിട്ട് വാമനൻ ഒരുങ്ങുമ്പോൾ എനിക്കൊരു വടി വേണമെന്ന് പറഞ്ഞു. തന്റെ പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ അനുഭവിക്കണമെന്ന് പറഞ്ഞു. ചിങ്ങമാസത്തിൽ തിരുവോണ നാളിൽ പ്രജകളെ സന്ദർശിക്കാൻ അനുമതി നൽകി. അങ്ങനെ മഹാബലി നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണം. അത്തം മുതൽ 10 ദിവസം വീടിന് മുന്നിൽ പൂക്കളമിട്ട് നമ്മൾ വാമനയെ